ഞാൻ വൃന്ദ പ്രഭാകർ. സ്വന്തം ദേശത്തിനു വേണ്ടി ജീവൻ വെടിയേണ്ടി വന്ന സൈനികൻ പ്രഭാകറിൻ്റെയും നളിനി പ്രഭാകറിൻ്റെയും 2 മക്കളിൽ ഇളയവൾ. ചേട്ടൻ വിനയ് പ്രഭാകർ. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ പപ്പ മരിച്ചു. 5 വയസ്സുള്ളപ്പോൾ അമ്മയും. ചേട്ടനെന്ന് 15 വയസ്സ്. പപ്പയുടെ അനിയനാണ് പിന്നീട് ഞങ്ങളെ മുംബൈയിലോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് അവിടെ തന്നെയായിരുന്നു ജോലി. പപ്പ എന്ന് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അവിടെ എത്തിയ ചേട്ടൻ ഒരേ സമയം പണിയെടുക്കുകയും പഠിക്കുകയും ചെയ്തു. രാപ്പകലില്ലാതെ ചേട്ടൻ അധ്വാനിക്കാൻ തുടങ്ങി. പിന്നീട് കയ്യിലുണ്ടായിരുന്ന വരുമാനം കൊണ്ട് ചെറിയ ബിസിനസ് തുടങ്ങി. വൈകാതെ VP അസോസിയേറ്റ്സ് എന്ന പേരിൽ മുംബൈ ഒട്ടാകെ ചേട്ടൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർന്നു. അതൊക്കെ ചേട്ടൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമായിരുന്നു ഉണ്ടായത്. അതോടെ എൻ്റെ ജീവിതശൈലിയും മാറി. നിങ്ങൾ ഇത്രയും നാൾ കണ്ടില്ലേ, അതുപോലെ ഒരു അഹങ്കാര പെണ്ണായി മാറി ഞാൻ. പണത്തിൻ്റെ മേലെ വളർന്നു. ചേട്ടൻ പറഞ്ഞാൽ മാത്രം ചിലത് കേൾക്കുമെന്ന് മാത്രം. ചേട്ടനും ഞാനും എനിക്ക് ചേട്ടനെയും ജീവനായിരുന്നു. എൻ്റെ അമ്മയും പപ്പയും എല്ലാം ചേട്ടനായിരുന്നു. +2 കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക്, അതായത് ബാംഗ്ലൂരിലേക്ക് വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്നത്. ട്രെയിനിലായിരുന്നു ഞാനും ഫ്രണ്ട്സും ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആനും വൃന്ദയും തമ്മിൽ പരസ്പരം തിരിച്ചറിയാതെ കാണുന്നുണ്ട്. വൃന്ദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരാണ് ആൻ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി സ്റ്റേഷനകത്തേക്ക് വരുന്നത്. അന്ന് പരസ്പരം ഇരുവരും ഒന്നും മിണ്ടാതെ ഒരു മിന്നായം പോലെ കാണുന്നു. ഒരാഴ്ച ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അതിനിടയിലാണ് എനിക്ക് വെടിയേൽക്കുന്നത്. ആരാണെന്തോ എന്തിനാണെന്നോ ഒന്നും അറിയാതെ ഒരുത്തൻ എനിക്ക് നേരെ തുരുതുരാ നിറയൊഴിച്ചു. ഞാൻ നിലത്തി വീണ് പിടഞ്ഞു. എൻ്റെ തലയിൽ അയാൾ ശക്തിയായി എന്തോ കൊണ്ട് ഇടിച്ചു. ഞാൻ മരിച്ചെന്ന് കരുതി അയാൾ എന്നെ അവിടെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ അയാൾ പോലും അറിയാതെ അയാളുടെ ഫോൺ നിലത്തി വീണിരുന്നു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ കണ്ണ് വലിച്ചു തുറന്നത്. അതിൽ തെളിഞ്ഞു കണ്ടത് എൻ്റെ ചേട്ടൻ വിനയൻ്റെ നമ്പറും. അത് കണ്ട് ഞാൻ ഫോൺ എടുത്ത് ചെവിയോട് അടുപ്പിച്ചു. അപ്പോൾ ഞാൻ കേട്ടത് എൻ്റെ ചേട്ടൻ്റെ ശബ്ദവും. ചേട്ടൻ ചോദിച്ചത് അവൾ എൻ്റെ പെങ്ങൾ തീർന്നോ എന്ന്. അതോടെ എൻ്റെ കണ്ണ് മുഴുവനായും അടഞ്ഞുപോയി. പിന്നെ ഞാൻ ഉണർന്നത് കാരുണ്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ വെങ്കടേഷ് സാറിൻ്റെ മുന്നിലാണ്. ആദ്യം എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ എന്നും കാണാൻ വരുന്ന മനുഷ്യൻ എന്നെ വാത്സല്യത്തോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എനിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുവെന്നും ആ മനുഷ്യൻ്റെ മകളുടെ ഹൃദയമാണ് എനിക്ക് മാറ്റിവെച്ചതെന്നും. ഒന്നും സംസാരിക്കാത്ത എന്നെ കണ്ട് അവർ കരുതി എനിക്കൊന്നും ഓർമ്മയില്ലെന്ന്, മെമ്മറി ലോസ് ആണെന്ന്. എൻ്റെ മനസ്സ് അപ്പോഴും സത്യമേത് മിഥ്യേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നെ എൻ്റെ ചേട്ടൻ ഇല്ലാതാക്കാൻ നോക്കി. അതെന്തിനും? അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഞാൻ. ഇനിയും ഞാൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവരെന്നെ കൊല്ലും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്കാരും ഇല്ലെന്നും ഒന്നും ഓർമ്മയില്ലെന്നും കരുതി ആനിൻ്റെ പപ്പ, അല്ല എൻ്റെ പപ്പ, എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു ഞാൻ അവരുടെ മകൾ ആനാണെന്ന്. സത്യമല്ലെന്നറിഞ്ഞിട്ടും ഞാൻ ആനായി മാറി. പിന്നീട് പപ്പയും ഞാനും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചത്. അതിനിടയിൽ എന്നും ഞാൻ ഒരേ സ്വപ്നം കാണാൻ തുടങ്ങി. ഫ്ലാറ്റിൽ പപ്പ ഒരു മുറി മനഃപൂർവ്വം അടച്ചു വെച്ചിരുന്നു. ചോദിച്ചാൽ പറയും അതിൻ്റെ കീ കളഞ്ഞു പോയെന്ന്. അത് ഞാൻ ചോദിക്കുന്നത് പപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ എന്നും ആ മുറിയിലെ ഡോറും ഒരു വലിയ ടെഡിയും മാത്രം കാണാൻ തുടങ്ങി. ആ ടെഡിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിരുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു. ആ ടെഡി ഭയങ്കര വിഷമത്തിലുള്ളതുപോലെ. നിരന്തരം ഈ സ്വപ്നം പതിവായപ്പോൾ എനിക്കതിലെന്തോ സത്യമുള്ളതുപോലെ തോന്നി. ഒരു ദിവസം പപ്പ ജോലിക്ക് പോയപ്പോൾ ഞാൻ പപ്പയുടെ മുറി അരിച്ചു പെരുക്കി അതിൻ്റെ കീ സംഘടിപ്പിച്ചു. മുറി തുറന്ന് ഞാൻ അവിടെ കാണുകയായിരുന്നു ശരിക്കുള്ള ആൻ മരിയയുടെ ലോകം. അവളും പപ്പയും ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് എല്ലാം പപ്പ അവിടെയുള്ള വാർഡ്രോബിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി, ഞാൻ യഥാർത്ഥ ആനിനെ കാണാതിരിക്കാൻ വേണ്ടി. ഞാനാണ് പപ്പയുടെ ആനാണെന്ന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പപ്പ സ്വന്തം മകളെ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. അതിൽ നിന്നും ഞാൻ ഒരു ഫോട്ടോ എനിക്ക് വേണ്ടി എടുത്തു. കൂടുതൽ സമയം കളയാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ മുറി ചുറ്റും നോക്കി. ബെഡിൻ്റെ ഒരു സൈഡിൽ വലിയൊരു ടെഡ്ഡി ബിയർ കിടപ്പുണ്ടായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ടെഡ്ഡി ബിയർ. അതിനെ ഞാൻ എടുത്തു നോക്കി. ദിസ് ഈസ് ഫോർ യു ആൻ ബൈ അബി എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അപ്പോഴാണ് അതിനകത്ത് നിന്ന് ഒരു ബോക്സ് കിട്ടുന്നത്. അത് ഞാൻ തുറന്നു നോക്കി. അതിലൊരു പെൻ ഡ്രൈവായിരുന്നു ഉണ്ടായിരുന്നത്. ആൻ അതും പറഞ്ഞു നിർത്തി. അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദേവിൻ്റെ ശബ്ദമാണ് ആൻ എന്നെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ആൻമരിയെ തന്നെ പറയട്ടെ ദേവേട്ട എന്നും പറഞ്ഞ് ആൻ തൻ്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച പെൻ ഡ്രൈവ് എടുത്തു. ഇക്കാര്യമൊന്നും പപ്പയ്ക്കറിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പപ്പയെ അറിയില്ല എന്ന് പറഞ്ഞെന്ന്. ശരിയാണ്, ഞാനന്നങ്ങനെ പറഞ്ഞു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പപ്പയോട് ഇക്കാര്യം എല്ലാം പറഞ്ഞിരുന്നു. ആനിനെക്കുറിച്ചുള്ള ഈ രഹസ്യം ഒഴികെ പപ്പയ്ക്കിപ്പോൾ എല്ലാം അറിയാം. അത് എൻ്റെ പപ്പ തന്നെയാണ് ദേവേട്ട. ആ പപ്പയെ ഞാൻ വിഷമിപ്പിക്കുമോ? ഞാൻ തന്നെയാണ് പപ്പയുടെ ആൻ എന്നും പറഞ്ഞ് അവൾ ആ പെൻ ഡ്രൈവ് ലാപ്പിൽ കണക്ട് ചെയ്തു. ദേവേട്ട. ദേവ് ചെറുതായെന്ന് മൂളി. ആ ടെഡ്ഡി ആനിന് സമ്മാനിച്ചത് ആരാന്നറിയോ? റാമാണോ?
നിങ്ങളുടെ റാമാണ് അവളുടെ അഭി. ആൻ വേദന നിറഞ്ഞ ചിരിയാലെ ദേവിനെ നോക്കി വീണ്ടും അവൻ്റെ കരം കവർന്നു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ശേഷം കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ശ്രദ്ധ കൊടുത്തു. ദേവനും പെട്ടെന്ന് അതിലൊരു വീഡിയോ പ്ലേ ആയി. ഒരു സുന്ദരിയായ പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചിലത് പറയുകയാണ്. എൻ്റെ പേര് ആൻ മരിയ ഫിലിപ്പ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എത്ര നിമിഷം ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ബാക്കി ഉണ്ടാവും എന്നെനിക്കറിയില്ല. അതെ, ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാം. എനിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു നിരപരാധിയായ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്കറിയില്ല ഇത് എത്തേണ്ടിടത്ത് എത്തുമെന്ന്. മെഡിക്കൽ കോളേജ് ന്യൂറോ സർജൻ ഡോക്ടർ നന്ദദേവ് ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് അദ്ദേഹത്തെ ഇനി ആവശ്യമാണ്. സത്യം ജയിക്കണം, അതാണ് എനിക്കും വേണ്ടത്. എനിക്ക് അദ്ദേഹത്തെ നേരിൽ പരിചയമില്ല, എന്നാലും എനിക്ക് നിങ്ങളോട് കുറേ കാര്യം പറയാനുണ്ട് ഡോക്ടർ. ഇത് നിങ്ങൾ കാണുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ബാംഗ്ലൂരിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും. എന്നാലും എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. എനിക്ക് പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയാണ് എൻ്റെ എല്ലാം. ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ എന്നും പോവാറുള്ള നാച്ചുറൽ പാർക്കിലേക്ക് പോകുന്നത്. എനിക്ക് കൂട്ടുകാർ കുറവാണ്. എന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അന്ന് വൈകുന്നേരം പാർക്കിലെ ബെഞ്ചിൽ ഫോണും നോക്കി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ഞാൻ. അന്നേരമാണ് എനിക്ക് നേരെ പിറകിലുള്ള ചെയറിൽ ഇരിക്കുന്നവൻ്റെ ഫോണിലുള്ള സംസാരം ഞാൻ ശ്രദ്ധിക്കുന്നത്. അയാൾ എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അയാളുടെ സംസാരത്തിൽ എന്തോ പന്തികേട് തോന്നിയ ഞാൻ അയാളുടെ സംസാരം ഫോണിൽ റെക്കോർഡ് ചെയ്തു. അയാൾ ഇങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത്. നാളത്തോടെ മെഡിക്കൽ കോളേജ് ന്യൂറോ സർജൻ നന്ദദേവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നാളെയാണല്ലോ ആ കുഞ്ഞുങ്ങളുടെ ഓപ്പറേഷനിൽ ആ 4 കുഞ്ഞുങ്ങളും മരിക്കുന്നു. അതും ഡോക്ടറുടെ അശ്രദ്ധ മൂലം. സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നഴ്സ് രേഷ്മ നമ്മുടെ ആളാണ്. അവരാണ് ഓപ്പറേഷൻ ടൈമിൽ ഡ്യൂട്ടിയിലുണ്ടാവുക. അവർ വേണ്ടത് ചെയ്തോളൂ. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ചാൽ നമ്മൾ വരുത്തി തീർക്കും. എല്ലാ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞ കേസ് നന്ദദേവ് മനഃപൂർവ്വം ഏറ്റെടുത്തത് കുഞ്ഞുങ്ങളെ വെച്ച് ഒരു പരീക്ഷണം നടത്താനാണെന്ന്. അയാളുടെ പുതിയ മെഡിക്കൽ സ്ട്രാറ്റജി. നന്ദദേവിൻ്റെ ഓവർ കോൺഫിഡൻസ് കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തു. നാളത്തോടെ എല്ലാം അവസാനിക്കും. അയാൾക്കെതിരെ കള്ളമൊഴി പറയുന്നത് രേഷ്മയായിരിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അവൾ ചെയ്തോളും. ശിവ, നാളത്തോടെ അവൻ്റെ കാമുകിപ്പണി നിനക്ക് സ്റ്റോപ്പ് ചെയ്യാം. അവൻ ജയിലിൽ പോയാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയുമല്ലോ. കുറച്ച് നാൾ കേസും കാര്യങ്ങളുമായി അവൻ അതിൻ്റെ പിറകെയാവും. അതിനിടയിൽ അവൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ നമുക്ക് പോകണം. അവിടെയുള്ളത് എന്താണെന്ന് നിനക്കറിയാലോ ശിവ. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ അവൻ്റെ കാമുകിയായി അഭിനയിക്കാൻ വിട്ടത്. നാളത്തോടെ എല്ലാം അവസാനിക്കും. ഈ ക്രിസ്റ്റിയുടെ പ്ലാനിങ് ഇതുവരെ പാളിയിട്ടില്ല ശിവ. ഞാൻ വെക്കുക. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് അയാൾ കോൾ അവസാനിപ്പിച്ചു. ഞാൻ അവൻ്റെ മുഖം വ്യക്തമായി കണ്ടു. ക്രിസ്റ്റി എന്നായിരുന്നു അവൻ്റെ പേര്. ആൻ മരിയ പറഞ്ഞു നിർത്തി. ഇതൊക്കെ കേട്ടതും എൻ്റെ തല പെരുകി വന്നു. എനിക്ക് ആ കുഞ്ഞുങ്ങളെയും ഡോക്ടറെയും ഒരുപോലെ രക്ഷിക്കണമായിരുന്നു. ഡോക്ടറുടെ നമ്പർ എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അതിനാൽ പപ്പിയോട് കാര്യം ചെറുതായി സൂചിപ്പിച്ചു. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. അവിടെയാണ് ഡോക്ടറുടെ വീട് എന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കയറിയ അതേ ട്രെയിനിൽ എൻ്റെ തൊട്ടടുത്തായി ക്രിസ്റ്റി ഉണ്ടായിരുന്നു. ഞാൻ അയാളെ കണ്ട ഭാവം നടിച്ചില്ല. പക്ഷെ അയാൾ അറിയാതെ അയാളുടെ ഒരു ഫോട്ടോ ഞാൻ ഫോണിൽ പകർത്തി. പിറ്റേന്ന് രാവിലെ ഞാൻ കൊച്ചിയിലെത്തി. പലരോടും അന്വേഷിച്ച് ഡോക്ടറുടെ വീട്ടിലെത്തി. പക്ഷെ അവിടെ അയാൾ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് അഭിയായിരുന്നു. അഭിറാം എന്ന ഡോക്ടറുടെ കൂട്ടുകാരൻ. എന്നെ കണ്ടതും അയാൾ ചോദിച്ചു, ആരാ? എനിക്ക് ഡോക്ടർ നന്ദദേവിനെ കാണണം. നന്ദൻ ഇവിടെ ഇല്ല. എപ്പോൾ വരും? പറയാൻ പറ്റില്ല. പ്ലീസ്, എനിക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ. ഐ ലവ് യു ആണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞോളാം. ഇനിയിപ്പോൾ ലെറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ വായിച്ചിട്ട് മറുപടി പറഞ്ഞേക്കാം. അഭി പറഞ്ഞു. വട്ടാണല്ലേ? എന്തോന്ന്? ഇയാൾക്ക് വട്ടാണോന്ന്? ഡി പെണ്ണെ, വീട്ടിൽ കയറിയെന്ന് പോക്കറ്റത്തിന് പറയുന്നു. ഇവിടെ നന്ദൻ അന്വേഷിച്ച് പെൺപിള്ളേർ വരുന്നതും ഇതുപോലെ ഐ ലവ് യു പറയുന്നതും സർവ്വസാധാരണമാണ്. എന്ത് ചെയ്യാം, എനിക്കും നന്ദനും സൗന്ദര്യം ഒരു ശാപമായി പോയി. എനിവേ, കുട്ടി അവിടെ നിന്നിട്ടേ ഒരു ഗുണവുമില്ല. നന്ദൻ ഓൾറെഡി ബുക്ക്ഡാണ്. ഞാൻ ഫ്രീ ആണ് കേട്ടോ. ഇത് കേട്ട് ആനിന് ചിരി വന്നു. എനിക്ക് നിങ്ങളുടെ തമാശ കേട്ട് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് ചിലത് പറയാനുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഡോക്ടർ അവരിപ്പോൾ അപകടത്തിലാണ്. നിങ്ങളൊന്നെന്നെ മനസ്സിലാക്കും പ്ലീസ്. കുട്ടിയുടെ പേരെന്താ? ആൻ മരിയ. ആൻ മരിയയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്നോട് പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ഡോക്ടറുടെ കൂട്ടുകാരനായ അഭിയോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. കൂടെ ആ വോയിസ് ക്ലിപ്പ് കൂടി ഞാൻ അഭിക്ക് കേൾപ്പിച്ചു. ഇയാളാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇയാളെ നിങ്ങൾക്കറിയോ? ആൻ ക്രിസ്റ്റിയുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. ഇല്ല, പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിലത് മനസ്സിലായി. ഇന്ന് വൈകിട്ടാണ് ഓപ്പറേഷൻ നടക്കുക. അതിനു മുൻപ് നമുക്ക് ചിലത് ചെയ്ത് തീർക്കാനുണ്ട്. തൽക്കാലം നന്ദൻ ഇതൊന്നും അറിയണ്ട. അവനെ വിഷമിപ്പിക്കുന്ന ചിലത് ഇതിലുണ്ട്. അതവനെ മാനസികമായി തളർത്താം. തനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ?
കർത്താവെ, എനിക്ക് ഇന്ന് തന്നെ പോകണം. എൻ്റെ പപ്പ അന്വേഷിക്കും. എടോ, പപ്പയോട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ പോരെ? നമുക്ക് എന്തേലും പറയാം, ഓക്കെ? അവളൊന്ന് മൂളി. എനിക്ക് ഒന്ന് ഫ്രഷ് ആവണമായിരുന്നു. ഇവിടെ സ്ത്രീകളാരുമില്ലേ? സോറി, വി ആർ ക്രോണിക് ബാച്ചിലേഴ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? വിഷമിക്കാതെ, ഇത് നന്ദൻ്റെ വീടാണ്. എവിടെയാണ് ഞാനും താമസിക്കുന്നത്. ഇവിടെ തന്നെ കയറ്റിയാലേ അവൻ എന്നെ കൊല്ലും. നമുക്ക് എൻ്റെ വീട്ടിൽ പോയാലോ? എന്നിട്ടെന്താ താൻ ഫ്രഷ് ആവുന്നു? എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? താൻ എത്രയിലാണ് പഠിക്കുന്നത്? +2 കഴിഞ്ഞു. പക്ഷെ മൈൻഡ് അങ്ങ് എമ്മയ്ക്കാണല്ലോ. എനിക്കും അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റും. വരുന്നുണ്ടെങ്കിൽ വന്ന് വണ്ടി കയറി എന്നവൻ പറഞ്ഞതും അവൻ്റെ കാറിൽ കയറി. അബിയുടേതൊരു കൊച്ചു വീടായിരുന്നു. അവൻ ഡോർ തുറന്നു കൊടുത്തതും അവൻ പെട്ടെന്ന് ഫ്രഷായി പുറത്തിറങ്ങി. അത്രയും നേരം അവൻ പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. ഇത് നിങ്ങളുടെ വീടാണോ? ഇവിടെ വേറെ ആരുമില്ലേ? അബിയോട് ചോദിച്ചു. ഇല്ല, ഞാൻ തന്നെ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരുമില്ലേ? ഇല്ല, എനിക്കാരുമില്ല. പുഞ്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നവനെ കണ്ടതും ആനിന് ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പം തന്നോട് സംസാരിക്കുന്നു. ഓ, ഫ്രഷ്. ഞാൻ നന്ദൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നു. അവൻ ഇതിലൊന്നും താല്പര്യമില്ല. അവൻ ഇത്രയൊക്കെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ഇട്ടെറിഞ്ഞ് ഗവൺമെൻറ്റിനെ സേവിക്കുന്നു. അവനതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ പണിത് കോടികൾ കൊയ്യാമായിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് സാധാരണക്കാരുടെ ഡോക്ടറായി ജീവിക്കുന്നു. ഈസ് ആൻ എഫിഷ്യൻറ്റ് ഡോക്ടർ. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാണാമല്ലോ, സമയം കിടക്കുമല്ലേ. ഇപ്പോൾ പപ്പയോട് വിളിച്ച് പറഞ്ഞില്ലേ, ഇനി എന്താ ടെൻഷൻ? അപ്പം ഞാൻ എവിടെ താമസിക്കും? അയ്യോ, അതൊരു പ്രശ്നമാണല്ലോ. ഒരു ദിവസത്തെ കാര്യമല്ലേ, എൻ്റെ വീട്ടിൽ താമസിക്കാമല്ലോ. ഞാൻ ഒറ്റക്കോ? ഒറ്റക്കല്ലല്ലോ, കൂടെ ഞാനില്ലേ. അയ്യോ, എനിക്ക് പേടിയാ. ഞാനിതുവരെ ഒരുത്തൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പിന്നെയാ കൂടെ താമസിക്കാം. എടോ, ഞാൻ ബാലൻ കെ നായരൊന്നാവില്ല, പേടിക്കണ്ട. അതാരാ? ഓ, പഴയ മലയാളം ഫിലിമൊന്നും കാണാറില്ല അല്ലേ? പുതിയ തന്നെ കാണുന്നത് കുറവാണ്. ബെസ്റ്റ്. അങ്ങനെ ഞാനും അബിയും ചേർന്ന് ഹെഡ് നേഴ്സ് രേഷ്മയെ പൊക്കി. ഓപ്പറേഷൻ ടൈമിൽ രേഷ്മ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ഭംഗിയായി നടന്നു. അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. രേഷ്മയെ പേടിപ്പിച്ച് കാര്യങ്ങളൊക്കെയും പറയിപ്പിച്ചപ്പോൾ അബിക്ക് വ്യക്തമായി ഇതെല്ലാം ഡോക്ടർ നന്ദൻ്റെ കാമുകിയുടെ കളികളാണെന്ന്. അവൾ മനഃപൂർവ്വം നന്ദൻ ഡോക്ടറെ പ്രണയം നടിച്ച് ചതിക്കുകയായിരുന്നെന്ന്. അങ്ങനെ അന്ന് തന്നെ അബി ഡോക്ടറുടെ കാമുകിയെ പോയി കാണുകയും അവളെ ശരിക്കും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇനി നന്ദൻ്റെ ലൈഫിൽ നിന്നെ കണ്ടുപോയതെന്നും ഇതൊന്നും നന്ദൻ അറിഞ്ഞിട്ടില്ലെന്നും വൈകാതെ എല്ലാം അറിയുമെന്നും നിന്നെയും നിന്റെ ക്രിസ്റ്റിയെയും പൂട്ടാനുള്ള തെളിവ് കയ്യിലുണ്ടെന്നും ഇനിയും നന്ദൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു അബി അവിടുന്ന് തിരിച്ചു പോന്നു. അന്ന് രാത്രി അബിയുടെ വീട്ടിൽ അബിയുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. പിറ്റേന്ന് നന്ദൻ ഡോക്ടറെ പരിചയപ്പെട്ടു. വൈകുന്നേരം തിരിച്ചു പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. കാര്യങ്ങളൊക്കെ നന്ദനോട് നേരിട്ട് പറയാം എന്നായിരുന്നു അബിയുടെ പ്ലാൻ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഞാനും അബിയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. കിടക്കാൻ നേരം വാടിയ മുഖത്തോടെ അബിയുടെ മുറിയിലേക്ക് ചെന്നു. അതെ. എന്താണോ? അതെ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എൻ്റെ പേരെന്താണെന്നറിയോ? അബി. അബിയല്ല, അഭിറാം. നിനക്ക് എത്ര വയസ്സുണ്ട്? 18. എനിക്കെത്ര വയസ്സുണ്ട് എന്നറിയോ? 27. മൂത്തവരെ നിങ്ങൾ എന്താ വിളിക്കുക? പലതും വിളിക്കും. എന്നെ അങ്ങനെ പലതും വിളിക്കണ്ട, അബിയേട്ട എന്ന് വിളിച്ചാൽ മതി. ഇനി പറ, എന്താ കാര്യം? അത് അബിയേട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അവിടെ കോക്രോച്ചൊക്കെ ഉള്ളതാ. എനിക്ക് പേടിയാ അതിനെ. അപ്പോൾ തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്? അല്ല, നിക്കിയുടെ കൂടെയാ. അതാരാ, ബ്രദറാ? അല്ല. പിന്നെ പട്ടിയാ? അല്ലെന്ന്, എൻ്റെ ടെഡിയാ. ഓ, അപ്പോൾ പാൽക്കുപ്പിയാണല്ലേ? അതല്ല, എനിക്ക് നിക്കിയെ കെട്ടിപ്പിടിച്ചാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ ഞാനെന്ത് വേണം? ഇന്നൊരു ദിവസം എൻ്റെ നിക്കിയാകാവോ? യു മീൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണമെന്നാണോ? സോറി കുട്ടി, ഞാൻ കുട്ടി വിചാരിക്കുന്ന ടൈപ്പല്ല. അയ്യോ, കെട്ടിപ്പിടിക്കണ്ട, ഞാനിവിടെ കിടന്നോട്ടെ പ്ലീസ്. എനിക്കവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പെട്ടെന്നാണ് ഒരു പട്ടി കുരച്ചത്. അത് കേട്ടതും പേടിച്ച് അബിയെ ഇറുകെ പുണർന്നു. അബിയുടെ കണ്ണ് വീഴ്ന്നു വന്നു. ഏറെ നേരത്തിന് ശേഷമാണ് അവൾ അവനിൽ നിന്ന് അകന്നു മാറിയത്. അവൻ പറയാനൊന്നും കാത്തു നിൽക്കാതെ അവൾ ബെഡിൽ കയറി കിടന്നു. അബിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ചു നേരം അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ ഉറക്കം വരാൻ തുടങ്ങിയതും ബെഡിൽ വന്നിരുന്നു. അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നു. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച ഒരു കുഞ്ഞു പെണ്ണ്. ഇന്നിപ്പോൾ എന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചു.
എൻ്റെ കൂടെ എൻ്റെ തൊട്ടരികിൽ എല്ലാം മറന്ന് സുഖമായി ഉറങ്ങുന്നു. ഇതുപോലുള്ള നന്മയുള്ള പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് കാണുമോ? ഒറ്റ ദിവസം കൊണ്ട് നീ എൻ്റെ നെഞ്ച് കവർന്നല്ലോ പെണ്ണെ. നാളെ ഇവിടെ വിട്ട് പോകുമല്ലേ? നിനക്ക് എന്നെന്നും കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഞാൻ വലിയൊരു ടെഡ്ഡി വാങ്ങിച്ച് തരുന്നുണ്ട്, കൂടെ എന്നെ ഓർക്കാനും എന്നും പറഞ്ഞ് തിരിയാൻ നേരം പപ്പ, ഐ ലവ് യു പപ്പ, ഐ മിസ് യു പപ്പ എന്നും പറഞ്ഞ് അവളുടെ പപ്പയാണെന്ന് കരുതി ഉറക്കത്തിൽ ഇറക്കി പുണർന്നു. ദൈവമേ, ഈ പെണ്ണെന്നെ ബാലങ്കേ നായറാക്കി അടങ്ങും എന്നും പറഞ്ഞ് അവളെ അടർത്തി മാറ്റാൻ ഒരുങ്ങിയെങ്കിലും അട്ട പിടിച്ച പോലെ അവൾ ഒട്ടിക്കിടപ്പാണ്. ശേഷം അഭി ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പോഴാണ് നന്ദൻ്റെ കോൾ വരുന്നത്. ഹലോ റാം, നീ ഇതെവിടെയാ? ഞാനിവിടെ വീട്ടിലാ. അപ്പോൾ നീ ദിവസം താമസിക്കുന്നത് കാട്ടിലാണോ? അതല്ലടാ, ഞാൻ എൻ്റെ വീട്ടിലാ. ഓ, നിൻ്റെ വീട് എൻ്റെ വീട്, നീ അങ്ങനെയൊക്കെ എപ്പോൾ തുടങ്ങി? ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാനിന്ന് അവിടെയാണ് കിടക്കുന്നത്. ദൈവമേ, പണി പാളിയോ? ഈ രാത്രിയിൽ ഈ പെണ്ണിനെ കണ്ടാൽ അവൻ തെറ്റിദ്ധരിക്കും. എങ്ങനെയും നന്ദൻ്റെ വരവ് മുടക്കിയേ പറ്റൂ. അത് മനസ്സിൽ കരുതി പറഞ്ഞു, വേണ്ട നന്ദ, ഇവിടെ മൊത്തം പൊടിയും മാറാലയും പിടിച്ച് കിടക്കുക. പിന്നെ എനിക്ക് ചെറിയ പനിയും ഉണ്ട്. നീ ഇവിടെ വന്ന് ഇനി പനി പകരണ്ട. നിനക്ക് നാളെ രാവിലെ പോകാനുള്ളതല്ലേ? ഞാൻ കിടന്നു, ഇനി എനിക്ക് ഡോർ തുറക്കാനൊന്നും വയ്യ. നീ വെച്ചിട്ട് പോയേ. എന്നാ ശരി, നടക്കട്ടെ നടക്കട്ടെ. എന്ത്? അഭി വെപ്രാളത്തോടെ ചോദിച്ചു. നിന്റെ ഉറക്കം എന്ന് പറഞ്ഞ് നന്ദൻ കോൾ അവസാനിപ്പിച്ചു. അഭി അവളൊന്ന് നോക്കി. ഏറെ നേരം അവളുടെ കുഞ്ഞു മുഖത്തേക്ക് അങ്ങനെ നോക്കി നിന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവളെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ മാടി ഒതുക്കി വെച്ചു. ഐ ലവ് യു നിക്കി എന്നും പറഞ്ഞ് അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവനോട് പറ്റിച്ചേർന്ന് കിടന്നു. അന്നേരം യാന്ത്രികമായി അവൻ്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം 4 മണി ആയപ്പോൾ ആൻ പോകാൻ വേണ്ടി ഇറങ്ങി. 5 മണിക്കാണ് അവൾക്ക് ട്രെയിൻ. പെട്ടെന്ന് വരാം എന്നും പറഞ്ഞ അബിയെ 4 മണി ആയിട്ടും കാണാൻ അവൾ ഒരുപാട് വിളിച്ചു നോക്കി. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. പിന്നെ അവൾ ക്യാബ് പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. വഴിയിൽ വെച്ചാണ് അബിയുടെ കോൾ അവളെ തേടിയെത്തുന്നത്. ആൻ, താനിത് എവിടെയാ? അബിയേട്ട, ഞാൻ ഇറങ്ങി. നിങ്ങളെ കുറേ വിളിച്ചു. കാണാഞ്ഞപ്പോൾ എനിക്ക് വൈകിയാലെന്ന് കരുതി ഇറങ്ങി. വീടിൻ്റെ കീ ചെടിച്ചട്ടിയിലുണ്ട് കേട്ടോ. അയ്യോ, ഇറങ്ങിയോ? ഞാനിപ്പോൾ വീട്ടിലെത്തി. ഓഫീസിൽ പെട്ടെന്ന് ചില ഇഷ്യൂസ് വന്നു, അതാ വൈകിയത്. ഇവിടെ വന്നപ്പോൾ തന്നെ കാണാനതുകൊണ്ട് വിളിച്ചതാ. അപ്പോൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോവുകയാണല്ലേ? അന്നേരം അവൻ്റെ ഹൃദയം എന്തിനാണെന്നറിയാതെ വിങ്ങുന്നുണ്ടായിരുന്നു. അബിയേട്ട, എനിക്ക് ട്രെയിൻ മിസ്സായാലോ? അതാ ഞാൻ. അവൻ്റെ സ്വരം അന്നേരം ആർദ്രമായിരുന്നു. എന്താ ബേട്ട, ഇനി എപ്പോഴാണ് കാണുക? അതാ ബേട്ട, ഓക്കെ, ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെന്ത് ചെയ്യും? ഗിഫ്റ്റ്? അതും എനിക്കോ? എന്നെ എന്നെന്നും ഓർത്തിരിക്കാനുള്ള ഒരു ഗിഫ്റ്റ്. അവനത് പറഞ്ഞ് കഴിയും മുമ്പേ അവിടെ എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് കോൾ ഡിസ്കണക്റ്റായി. എന്തോ അപായ സൂചന മണത്ത് ആൻ ക്യാബ് തിരിച്ചുവിടാൻ പറഞ്ഞു. അബിയുടെ വീടിൻ്റെ മുറ്റത്തെത്തി. അകത്ത് എന്തൊക്കെയോ ഒച്ച കേട്ടിട്ടാണ് ആൻ പതിയെ പുറത്തുനിന്ന് ജനാല കുറച്ച് തുറന്ന് നോക്കുന്നത്. അകത്ത് കണ്ട കാഴ്ച ആനിൻ്റെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. കുറച്ച് നിമിഷം മുന്നേ തന്നോട് സംസാരിച്ചവനെ ആ ക്രിസ്റ്റിയും ഒരു പെണ്ണും ചേർന്ന് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുന്നു. അവനെ തനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ച് തകർന്നു. ആൻ വാ പൊത്തിപ്പിടിച്ചു ആ രംഗം ഷൂട്ട് ചെയ്യുവാണ്. ശിവ, ഇവൻ ചത്ത വിവരം നന്ദദേവ് അറിയാൻ പാടില്ല. നന്ദൻ ഇവനെ വെറുക്കുന്ന തരത്തിൽ നമ്മൾ ഇനി കഥകൾ ഉണ്ടാക്കുന്നു. അതായത് നീയും ഇവനും തമ്മിൽ പ്രണയത്തിലാണെന്നും നിനക്ക് നന്ദനെ വേണ്ട എന്നും ഇവൻ്റെ കൂടെ നാട് വിടുന്നു എന്നും പറഞ്ഞ് നന്ദൻ ഒരു ഫോൺ കോൾ, കൂടെ നിങ്ങളുടെ കുറച്ച് എഡിറ്റഡ് ഫോട്ടോസ്. നന്ദനെ ചതിച്ചു അഭിറാം നന്ദൻ്റെ കാമുകിയുമായി നാട് വിട്ടു. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ കഥ? ആ കുട്ടികൾ വൈകാതെ മരിക്കുകയും ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ട ഡോക്ടർ ശിക്ഷിക്കപ്പെടും, നീ നോക്കിക്കോ, ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഞാൻ ആകെ ഷോക്കേറ്റ പോലെ നിൽപ്പുണ്ട്. ക്രിസ്റ്റിയുടെ കൂടെയുള്ള പെണ്ണ് മുഖം തിരിഞ്ഞ് നിൽപ്പാണ്. അതുകൊണ്ട് ആളെ വ്യക്തമായി കാണാൻ പറ്റിയില്ല. ക്രിസ്റ്റിയെ നേരെ കാണാം. പെട്ടെന്നാണ് ക്രിസ്റ്റി തിരിഞ്ഞു നോക്കുന്നത്. അവരെന്നെ വ്യക്തമായി കണ്ടു. അവർ പുറത്തെത്തുമ്പോഴേക്കും ഞാൻ അവരെ കാണാതെ മറഞ്ഞു നിന്നു. അവരെന്നെ കുറേ തിരിഞ്ഞെങ്കിലും കണ്ടില്ല. അഭിയേട്ടൻ്റെ മൃതദേഹവുമായി അവർ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടതും ഞാൻ വീടിനകത്ത് കയറി. അഭിയേട്ടനെ രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് മുന്നേ കണ്ട കാഴ്ചകൾ എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായ അഭിയേട്ടൻ ഇന്നിപ്പോൾ ഭൂമിയിൽ ഇല്ല എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായ നിമിഷങ്ങൾ എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. അന്നേരമാണ് അവിടെ കിടക്കുന്ന ആ വലിയൊരു ടെഡ്ഡി ബിയർ കാണുന്നത്. അത് കയ്യിലെടുത്ത് നോക്കി. ദിസ് ഈസ് ഫോർ യു ആൻഡ് ബൈ അബി എന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
കൂടെ ഒരു പേപ്പറിൽ എന്തോ എഴുതി അതിൻ്റെ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻ, ഇന്നലെ നീ എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയതുപോലെ ഇനിയുള്ള ദിവസം നിനക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഞാനിത് സമ്മാനിക്കുന്നു. നിനക്ക് വേണേൽ ഇത് ഞാനാണെന്ന് കരുതാൻ കേട്ടോ. ഇനി പരസ്പരം കാണുമോ എന്നറിയില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരാളുടെ മനസ്സ് കീഴടക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ നീ എൻ്റെ മനസ്സ് കവർന്ന് കളഞ്ഞല്ലോടി കുഞ്ഞിപ്പെണ്ണെ. നീ എനിക്ക് ആരാണെന്നറിയില്ല, ബട്ട് യു ആർ സംതിങ് സ്പെഷ്യൽ ടു മീ. ഐ വിൽ മിസ് യു. അത് വായിച്ചതും അവളുടെ കവളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. അവൾ ആ ടെഡിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതായിരുന്നു എനിക്ക് അഭിയേട്ടൻ കരുതിയ ഗിഫ്റ്റ്. അദ്ദേഹത്തിന് എന്നോട് പറയാൻ എന്തൊക്കെയോ ഉള്ളതായി എനിക്ക് രാവിലെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായതിനേക്കാൾ വേദനയുമായി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ടെഡിയോ ഞാൻ കൂടെ കൊണ്ടുപോന്നു. അഭിയേട്ടൻ ഇതുവരെ നടന്നതൊന്നും ആ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ല. എല്ലാം സമാധാനത്തോടെ പറയാനായിരുന്നു അഭിയേട്ടൻ്റെ പ്ലാൻ. എനിക്ക് പോകുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് എല്ലാം പറയണം എന്നുണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഇനിയും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് കരുതി ഞാൻ പോവാൻ തീരുമാനിച്ചു. അതിനിടയിൽ ഞാൻ ക്രിസ്റ്റിയുടെ കണ്ണിൽ പെടുകയും ചെയ്തു. അവസാനം എങ്ങനെയൊക്കെ കേരളം വിട്ടു ബാംഗ്ലൂരിൽ തിരിച്ചെത്തി. അവൻ ഉറപ്പായും എന്നെ തേടി ഇവിടെ വരാം എന്നെനിക്ക് അറിയാമായിരുന്നു. ബാംഗ്ലൂരിലെത്തിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ചാൽ മുന്നിൽ അഭിയേട്ടൻ മാത്രമാണ്. എനിക്കറിയില്ല ഒരൊറ്റ ദിവസം കൊണ്ട് ആ മനുഷ്യൻ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇത്രയും ആഴത്തിൽ പതിഞ്ഞെന്ന്. ഏറെ വൈകാതെ ഞാൻ അഭിയേട്ടൻ്റെ അരികിലേക്ക് പോകും. അവരെന്നെ കൊല്ലും. ഞാനാണ് എല്ലാത്തിനുള്ള ദൃക്സാക്ഷി എന്നവർക്കറിയാം. ഇതൊക്കെ ആരെങ്കിലും അറിയണം എന്ന് തോന്നി. പപ്പയ്ക്ക് ഒന്നും അറിയില്ല, അറിയാൻ വേണ്ട എന്നും പറഞ്ഞവൾ കണ്ണു തുടച്ചു. വീഡിയോയുടെ അവസാനം ആൻ അന്നെടുത്ത വോയിസ് ക്ലിപ്പും അഭിയെ കൊല്ലുന്നതും ഒക്കെയും അതിൻ്റെ കൂടെ അവൾ ആഡ് ചെയ്തിരുന്നു. എല്ലാം കണ്ടതും ദേവ് ആകെ ഷോക്കേറ്റ പോലെ ഇരിപ്പാണ്. അത്രയും നേരം ശ്വാസം അടക്കി പിടിച്ചു എല്ലാം കണ്ട ദേവ് വികാരഭരിതനായി. അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി. കൊച്ചു കുഞ്ഞിനെ പോലെ ആനിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ആൻ അവനെ സമാധാനിപ്പിക്കുകയാണ്.